പ്രിയമുള്ളവരെ, ഇത്തവണത്തെ പാനോസിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെങ്കിലും ഈ രീതിയിലെങ്കിലും നിങ്ങളുമായി അല്പനേരം സംവദിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. എൻ്റെ വിഷയത്തിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ഹറാമും ഹലാലും എന്നാണ്. പുണ്യ പാപങ്ങൾ എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വിഷയം ഒരുപാട് തവണ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും വിശ്വാസത്തിൻ്റെ സംരക്ഷകർ യുക്തിവാദികൾക്കെതിരായിട്ട് സദാസമയവും ആവർത്തിച്ച് ആരോപിക്കുന്ന ഒരു കാര്യമാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ മതമില്ലെങ്കിൽ ദൈവമില്ലെങ്കിൽ മനുഷ്യർക്ക് സാധ്യമാവില്ല എന്നത്. ഇത് മതക്കാരുടെ കയ്യിലുള്ള ഒരു പ്രധാന ആയുധമാണ്. അതിലാണ് അവർക്ക് ആകപ്പാടെ ഒരു പിടിവള്ളിയുള്ളത് എന്നാണ് അവർ ആത്മവിശ്വാസത്തോടെ കരുതുന്നത്. പക്ഷേ മതം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയെ നേരിടുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശരിയും തെറ്റും നിർണ്ണയിക്കാൻ മനുഷ്യർക്ക് കഴിവില്ല എന്നും മനുഷ്യരുടെ ബുദ്ധിയുടെ പരിമിതി കാരണം അതെല്ലാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം കാറ്റലോഗുകളായിട്ട് കൊടുത്തയച്ച് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും ദൈവവും മതവും മതഗ്രന്ഥങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യർക്ക് ശരിയും തെറ്റും നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യരുടെ ജീവിതമാകെ അലക്കുലുതായി പോകുമായിരുന്നു എന്നുമൊക്കെയാണ് മതവാദികൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പൊള്ളത്തരം നമ്മൾ പല തവണ പല രീതിയിൽ തുറന്നു കാണിച്ച് മറുപടികൾ നൽകിയിട്ടുണ്ടെങ്കിലും ആ മറുപടികളെ ഗൗനിക്കാതെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വിമർശനങ്ങളും മറ്റും കേൾക്കാനും കാണാനും ഇടയില്ലാത്ത വിശ്വാസികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മതപണ്ഡിതന്മാർ നടത്തുന്ന വളരെ കപടമായിട്ടുള്ള ഒരു വാദമാണ് ഇത്. ഇതിൻ്റെ പൊള്ളത്തരം ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുക. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇതേ സംശയം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കാറുള്ളത് കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് പുണ്യവും പാപവും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം താഴോട്ട് ഇറക്കി തന്ന കിതാബുകളിൽ നിന്ന് ലഭിച്ചതാണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഈ നന്മ തിന്മ സങ്കല്പങ്ങളുടെ ചരിത്രപരമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതി. മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ 2-3 നിയമസംഹിതകൾ, മനുഷ്യർ എങ്ങനെയാണ് ധാർമ്മികമായി ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നിയമസംഹിതകളുടെ ലിഖിത രൂപങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പഴക്കമുള്ളത് 3700 വർഷങ്ങൾ പഴക്കമുള്ള ഹമ്മുറാബി കോഡ് എന്ന് പറയുന്ന ഒരു നിയമസംഹിതയാണ്. ബാബിലോണിയയിലെ ഒരു രാജാവായിരുന്നു ഹമ്മുറാബിയാണ് ആദ്യമായിട്ട് ലിഖിത രൂപത്തിൽ ഒരു നിയമസംഹിത തൻ്റെ പ്രജകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ആ നിയമസംഹിതയുടെ കളിമൺ ലിഖിത ഫലകങ്ങൾ ഇന്ന് നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് ഇന്ന് മ്യൂസിയങ്ങളിലുണ്ട്. 282 നിയമങ്ങളാണ് ഹമ്മുറാബി കോഡിൽ അക്കമിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ചില സാമ്പിളുകൾ ഇവിടെ വായിക്കാം. എന്തിനു വേണ്ടി വായിക്കുന്നു എന്ന് ചോദിച്ചാൽ 3700 വർഷം മുമ്പ് മനുഷ്യരുടെ ഒരു നിയമസംഹിതയിൽ എന്തൊക്കെയാണ് ശരി തെറ്റുകളായിട്ടും പുണ്യപാപങ്ങളായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനുഷ്യർ ഉപയോഗിച്ച് വന്നിട്ടുള്ള നിയമസംഹിതകളുടെയും പുണ്യപാപ സങ്കല്പങ്ങളുടെയും ഒക്കെ അവസ്ഥ മതങ്ങൾ അവകാശപ്പെടുന്നത് പോലെ മനുഷ്യർക്ക് സ്വന്തമായി കണ്ടെത്താൻ കഴിയാത്തതും ദൈവങ്ങൾ കെട്ടിയിറക്കിയതുമാണോ അല്ലേ എന്ന പരിശോധന സാധ്യമാകുന്നത്. ഹമ്മുറാബി കോഡിലെ ഇന്ന് നമ്മൾ വായിച്ചാൽ ചിരിച്ച് മണ്ണ് കപ്പാവുന്നതും എത്രമാത്രം അയുക്തികവും പരിഹാസ്യവുമാണ് ഇതൊക്കെ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോകുന്നതുമായിട്ടുള്ള ചില നിയമങ്ങൾ, ചില സാമ്പിളുകൾ മാത്രം ഞാനിവിടെ അവതരിപ്പിക്കാം. ആ സാമ്പിളുകളുടെ അതേ നിലവാരത്തിലാണ് ഹമ്മുറാബി കോഡിലുള്ള 282 നിയമങ്ങളും എഴുതി വച്ചിട്ടുള്ളത്. ഞാനൊരു 3-4 ഇവിടെ വായിക്കാം. ഹമ്മുറാബി കോഡിൽ നിന്ന് ഒരു നിയമമാണ്: ഒരുവൻ മറ്റൊരുവനെ ഏതെങ്കിലും ആരോപണത്തിൽപ്പെടുത്തി വിലക്കിലാക്കുകയും പിന്നീട് ആരോപണം തെളിയിക്കാതെ വരികയും ചെയ്താൽ വിലക്ക് വരുത്തി വെച്ചവൻ കൊല്ലപ്പെടണം. തനിക്കെതിരെ മറ്റൊരാൾ ആരോപണം ഉന്നയിച്ചതിൻ്റെ പ്രയാസത്തിൽ ഒരുവൻ നദിയിൽ ചാടി മുങ്ങി മരിച്ചാൽ ആരോപണം ഉന്നയിച്ചയാൾ അയാളുടെ വീടിന് അവകാശിയാകും.
എന്നാൽ അയാൾ മുങ്ങാതെ രക്ഷപ്പെട്ടാൽ ആരോപണം ഉന്നയിച്ചവന് വധശിക്ഷ നൽകുകയും ആരോപകന്റെ വീടിന് അവകാശിയായി തീരുകയും ചെയ്യും. മൂപ്പന്മാർ സമക്ഷം മറ്റൊരാൾക്കെതിരായി ആരോപണം ഉന്നയിച്ചിട്ട് അത് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടവന് വധശിക്ഷ നൽകണം. ഇതാണ് ഹമ്മുറാബി കോഡിലുള്ള ഒരു പ്രധാന നിയമം. ഒരാൾക്കെതിരെ ഒരാൾ ഒരു കുറ്റം ആരോപിച്ചു. കുറ്റം ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ കുറ്റം ചെയ്തു എന്ന് കരുതപ്പെടുന്നയാൾ പുഴയിൽ പോയി ചാടി, അയാൾ മരിച്ചു എങ്കിൽ ആ മരിച്ചയാളുടെ വീടും സ്വത്തും ഒക്കെ ഈ കുറ്റം ആരോപിച്ച ആൾക്ക് കിട്ടും. അത് അയാളുടെ അവകാശമാണ്. കാരണം ഒരാൾ പുഴയിൽ ചാടി മരിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് ആ കാലത്ത് കരുതിയിരുന്നത്. ബാബിലോണിയ എന്ന് പറയുന്നത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന 2 നദികളുടെ തടങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള പുരാതനമായ നാഗരികതയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ നദിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കാലത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങളും കഥകളും എല്ലാം രൂപപ്പെട്ടിരുന്നത്. അവരുടെ സദാചാരവും അവരുടെ നിയമവും ഒക്കെ ആ നദിയുമായി ബന്ധപ്പെട്ടാണ്. ഈ നദിയിൽ അവർക്ക് എന്തോ ദിവ്യത്വമുള്ളതായിട്ട് അനുഭവപ്പെടുകയും ആ നദിയെ അവർ ദൈവമായിട്ട് കരുതുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുറ്റാരോപിതനായ ഒരാൾ പുഴയിൽ ചാടിയിട്ട് അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾ കുറ്റം ചെയ്തു എന്ന് ഉറപ്പാക്കാം. അതോടുകൂടി അയാളുടെ മേൽ കുറ്റം ആരോപിച്ചയാൾക്ക് ഈ മരിച്ചയാളുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും ചെയ്യാതെ അയാളുടെ അവകാശമാണ്. ഇതാണ് ഈ നിയമത്തിൽ പറഞ്ഞത്. അതിൻ്റെ കൂടെ പറഞ്ഞത് അയാൾ നദിയിൽ ചാടിയിട്ട് അയാൾ മരിച്ചില്ല എങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടു. അതോടുകൂടി ആരോപണം നടത്തിയ ആൾക്ക് വധശിക്ഷ നൽകണം. ആരോപിച്ചയാൾ കുറ്റക്കാരനാവും, അയാൾക്ക് വധശിക്ഷ നൽകണം. അങ്ങനെ അയാളെ വധിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീടും പറമ്പും ഒക്കെ ആർക്കാണ്? ഈ പുഴയിൽ ചാടിയിട്ട് രക്ഷപ്പെട്ടു വന്ന ആൾക്ക് അവകാശപ്പെട്ടതാണ്. കാരണം അയാൾ നിരപരാധിയായിരിക്കെ അയാൾക്കെതിരെ ഇയാൾ കുറ്റം ആരോപിച്ചു, അതുകൊണ്ട് ഇയാൾക്ക് വധശിക്ഷ കിട്ടി, അയാളുടെ സ്വത്ത് മറ്റേയാൾക്കും കിട്ടി. മൂപ്പന്മാരുടെ സമക്ഷത്തിൽ, അന്നത്തെ ഗോത്രത്തലവന്മാരുടെ സമക്ഷത്തിൽ ഒരാൾ ആരോപണം ഉന്നയിച്ചിട്ട് അതിനയാൾക്ക് കൃത്യമായ തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആരോപണം ഉന്നയിച്ചയാൾക്ക് വധശിക്ഷ നൽകണം. ഇതാണ് ഹമ്മുറാബി കോഡിലെ ഒരു നിയമം. യഥാർത്ഥത്തിൽ നീന്താൻ അറിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്ത് തെറ്റും ചെയ്യാം. തെറ്റ് ചെയ്തിട്ടൊന്ന് പുഴയിൽ ചാടിയിട്ട് നീന്തി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ആ തെറ്റ് ചെയ്തു എന്ന് പരാതി പറഞ്ഞ ആളുടെ സ്വത്തുക്കൾ കൈക്കലാക്കുകയും ചെയ്യാം. ഇപ്പം നല്ല സൂത്രമാണ്. കാരണം ഒരാളുടെ കുടുംബത്തിൽ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട്, അയാൾക്ക് അവിടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇയാൾ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുക, കൊലപാതകം ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുറ്റത്തിൻ്റെ ഇരയായ കുടുംബമായിരിക്കും ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക. അപ്പോൾ അയാളോട് പുഴയിൽ പോയി ചാടാൻ പറയും. അയാൾ പുഴയിൽ പോയി ചാടി, അയാൾ നല്ല നീന്തൽ പഠിച്ച ആളാണെങ്കിൽ അയാൾ പുഴയിൽ പോയി ചാടിയിട്ട് നീന്തി രക്ഷപ്പെടും. അതോടുകൂടി കുറ്റം ആരോപിച്ചയാൾ കൊല്ലപ്പെടുകയും അയാളുടെ സ്വത്തുക്കൾ, അയാളുടെ വീടും പറമ്പുമൊക്കെ ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ഹമ്മുറാബി കോഡിലെ നിയമം. ഇങ്ങനെ ഒരു നിയമം അന്ന് ഉണ്ടാവാനുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന് ഈ നദിയുമായി ബന്ധപ്പെട്ട അവരുടെ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആലോചിച്ചാൽ നമുക്ക് ഇങ്ങനൊരു നിയമം അന്ന് എഴുതി വെക്കാനുള്ള കാരണം എന്താണെന്ന് ഏകദേശം പിടികിട്ടും. ഇനി ഹമ്മുറാബി കോഡിലുള്ള മറ്റൊരു നിയമം, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പണിത വീട് പണിയുടെ പോരായ്മകൾ മൂലം ഇടിഞ്ഞു വീണ് ഉടമസ്ഥൻ മരിച്ചാൽ നിർമ്മാതാവിന് വധശിക്ഷ നൽകണം. ഒരാൾ വീട് പണിത് കൊടുത്ത് വേറൊരാൾക്ക് ആ വീട് പണി മോശമായതുകൊണ്ട് ആ വീട് പൊളിഞ്ഞു ചാടി അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വീട് പണിതയാൾക്ക് വധശിക്ഷ നൽകണം. ഇനി തുടർന്ന് പറയുന്നത്, ഉടമസ്ഥൻ്റെ മകൻ കൊല്ലപ്പെട്ടാൽ നിർമ്മാതാവിൻ്റെ മകനെ കൊല്ലണം എന്നാണ് നിയമത്തിലെ മറ്റൊരു പാഠം. അപ്പോൾ വീട് പൊളിഞ്ഞു ചാടുമ്പോൾ മരിച്ചത് വീട്ടുടമസ്ഥൻ്റെ മകനാണെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുത്ത ആളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ മകനെ പകരം കൊല്ലണം. ഇതാണ് ഹമ്മുറാബി കോഡിലെ നിയമം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ വാക്യം ഓർമ്മ വരും. കാരണം അവിടെ പറയുന്നത് പ്രതിക്രിയ ചെയ്യണം, അടിമക്കടിമ, സ്വതന്ത്രന് സ്വതന്ത്രൻ, സ്ത്രീക്ക് സ്ത്രീ എന്ന നിലയിൽ എന്നാണ്. ഇതേ നിയമമാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരാളുടെ മകനെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നവൻ്റെ മകനെ പകരം കൊല്ലണം എന്ന് പറയുന്ന നിയമം. ഇതൊക്കെ എത്രമാത്രം യുക്തിഹീനമാണെന്നും മനുഷ്യത്വരഹിതമാണ് എന്നും അന്യായമാണ് എന്നും ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എളുപ്പം മനസ്സിലാവും. പക്ഷേ ആ കാലത്ത്
മനുഷ്യനെ അങ്ങനെയാണ് കണ്ടിരുന്നത്. ഓരോ മനുഷ്യനെയും പ്രത്യേക വിലയുള്ള വസ്തുക്കളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഒരു വസ്തു നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തുല്യ നഷ്ടം മറ്റവർക്ക് വരുത്തുക എന്ന പ്രതിക്രിയാ നിയമമാണ് ഉണ്ടായിരുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, മൂക്കിന് മൂക്ക് എന്ന് പറയുന്ന നിയമങ്ങളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത്, മുലയൂട്ടി വളർത്താനായി മാതാപിതാക്കളിൽ നിന്ന് ഏറ്റെടുത്ത കുഞ്ഞ് തൻ്റെ കൈവശം മരിച്ചെന്നിരിക്കെ മറ്റൊരു കുഞ്ഞിനെ കണ്ടെത്തി മരിച്ചുപോയ കുട്ടിയാണെന്ന നാട്യത്തിൽ വളർത്തിയാൽ അവളുടെ മുല അരിഞ്ഞു കളയണം. ഇവിടെ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരം വരികൾക്കിടയിൽ നിന്ന് കാണാൻ കഴിയും. ഇത് മുഹമ്മദ് നബിയുടെയൊക്കെ കാലത്തും ഉണ്ടായിരുന്നു. കുട്ടികളെ വാടകയ്ക്ക് പ്രസവിച്ചു കൊടുക്കുകയും എന്നിട്ട് വാടകയ്ക്ക് മുലയൊട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾ, അങ്ങനെ ഒരു കുത്തഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരു കുട്ടിയെ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് മരിച്ചു പോയിട്ട് പകരം വേറൊരു കുട്ടിയെ ആ കുട്ടിയാണ് എന്ന നാട്യത്തിൽ മുല കൊടുത്തി വളർത്തി വലുതാക്കിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കള്ളത്തരം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ മുല കൊടുത്ത പെണ്ണിൻ്റെ മുല അരിഞ്ഞു കളയണമെന്നാണ് ഹമ്മുറാബി കോഡിലെ നിയമം. ഒരാളുടെ ആൺകുട്ടിയെ അപഹരിക്കുന്നവന് വധശിക്ഷ നൽകണം. ഇപ്പോൾ ഒരാളുടെ ആൺകുട്ടിയെ ഒരാൾ കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കട്ടുകൊണ്ട് പോയവന് വധശിക്ഷ നൽകണം. പെൺകുട്ടിയാണെങ്കിൽ വധശിക്ഷ വേണ്ട. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. ആ കാലഘട്ടത്തിൽ 3700 വർഷം മുമ്പ് മനുഷ്യർ ആണിനെയും പെണ്ണിനെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. ഗർഭിണിയെ ആരെങ്കിലും തല്ലിയതിൻ്റെ ഫലമായി ഗർഭം അലസിയാൽ തല്ലിയവിൻ്റെ മകളെ കൊല്ലണം. ഒരു ഗർഭിണിയെ പോയിട്ട് ഉപദ്രവിച്ച് ആക്രമിച്ച് ആ ഗർഭം അലസിപ്പോയി കഴിഞ്ഞാൽ ആ ഉപദ്രവിച്ചവൻ്റെ വീട്ടിൽ പോയിട്ട് ഓൻ്റെ കുട്ടികളെ കൊല്ലണം. ഇതാണ് പ്രതിക്രിയാ നിയമം. ഇങ്ങനെയാണ് ഹമ്മുറാബി കോഡിലെ നിയമങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പഴക്കമുള്ള നിയമസംഹിത എന്ന് പറയുന്നത് ബൈബിളാണ്. അതായത് ബൈബിളിലെ പഴയ നിയമം ജൂതന്മാരുടെ വേദഗ്രന്ഥമാണ്. അതിനകത്ത് മോശയെ എന്ന പ്രവാചകന് ദൈവം നേരിട്ട്, യഹോവ എന്ന മോശയുടെ ഗോത്ര ദൈവം, ഇന്നിപ്പോൾ അത് ആഗോള ദൈവമാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഇസ്രായേലിയർ എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു നാടോടി ഗോത്രത്തിൻ്റെ കൂടെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ആ ഗോത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ട് നടന്നിരുന്ന ആ ഗോത്രത്തിൻ്റെ ദൈവമായ യഹോവ, ആ ഗോത്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും ഗോത്രത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പം തന്നെ ശിക്ഷിക്കാനും അവർക്ക് ഉപദേശം നൽകാനും അവരെ കൂട്ടിക്കൊണ്ടുപോകാനും ഒക്കെ ഒപ്പമുണ്ടായിരുന്ന ഇസ്രായേലിയരുടെ ഗോത്രദൈവമായ യഹോവ എന്ന ദൈവം അവരുടെ നേതാവായിരുന്ന മോശയ്ക്ക് സീനാ മരുഭൂമിയിൽ വെച്ചിട്ട് നേരിട്ട് ഒരു പലകമ്മൽ എഴുതി കൊടുത്ത 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളിലെ 10 കൽപ്പനകൾ എന്താണ് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി ഞാനതൊന്ന് വായിക്കാം. 1, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല, അത് മഹാപാപമാണ്. അതായത് നമ്മളെ തൗഹീദ്, ശിർക്ക്, അത് തന്നെ. 2, കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, പ്രയോഗിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പേര് നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിനും മറ്റും ദുരുപയോഗം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ കോടതിയിലൊക്കെ പോയിട്ട് വാദിയും പ്രതിയും വക്കീലും ഒക്കെ നുണ പറയാൻ ദൈവത്തിൻ്റെ പേരിലാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഇന്ന് സകല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ പേരിൽ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. എന്ത് തമ്മാടിത്തം ചെയ്താലും അതൊക്കെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും എന്നത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണെന്നും അത് മറ്റുള്ളവർക്ക് പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനൊക്കെ വലിയ പ്രചോദനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്യരുത് എന്ന് 2ാമത്തെ കൽപ്പനയായിട്ട് 10 കൽപ്പനയിൽ പറയുന്നു. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ജൂതന്മാർക്ക് ശനിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഇത് സബ്ബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ജൂതന്മാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അവർക്ക്. ശനിയാഴ്ച സബ്ബത്ത് എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അന്ന് ഒരു കട്ടൻ ചായ പോലും വീട്ടിനകത്ത് അടുപ്പ് കത്തിച്ചുണ്ടാക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. ഭക്ഷണം കഴിക്കും, പക്ഷേ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഭക്ഷണം മാത്രമേ ശനിയാഴ്ച കഴിക്കുകയുള്ളൂ. ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല. അന്ന് മീൻ പിടിക്കാൻ പോയതിനാണ് കുറേ ആൾക്കാരെ കുരങ്ങന്മാരാക്കിയത് എന്നൊക്കെ ഖുർആനിലെ കഥയുണ്ട്, അതുപോലെ ബൈബിളിലൊക്കെ കഥയുണ്ട്.
അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ശനിയാഴ്ച സബ്ബത്ത് പരിശുദ്ധമായിട്ട് ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതാണ് ഒരു വലിയ കാര്യം. ഇതാണിപ്പോൾ ഖുർആനിലും ബൈബിളിലും ഇവരുടെ മതത്തിൻ്റെ ഗ്രന്ഥത്തിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഒരു ധാർമ്മിക പ്രശ്നമായിട്ട് ഉയർത്തിക്കാണിക്കുന്നത്. നമ്മളെ പോറ്റി വളർത്തിയ, നമ്മളെ സ്നേഹിച്ച് വാത്സല്യം തന്ന് വളർത്തിയ നമ്മുടെ അച്ഛനമ്മമാരോട് നമുക്ക് ബഹുമാനം ഉണ്ടാവണം എന്ന് പറയുന്നത്. ബഹുമാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്നേഹിച്ചാൽ മതി. സ്നേഹവും വാത്സല്യവും തരുന്നവരെ പകരം സ്നേഹവും വാത്സല്യവും സംരക്ഷണവുമാണ് നൽകേണ്ടത്, അല്ലാതെ ബഹുമാനിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പഴയ ധാർമ്മികതയാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ കൊല ചെയ്യരുത് എന്നാണ്. ഈ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഉപാധികൾ വേറെയുണ്ട്. ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണികളെയും അടക്കം കന്നുകാലികളടക്കം കൊല്ലണം എന്ന് ആജ്ഞാപിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചാണ് ഈ കൊല ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കൊല ചെയ്യരുത് എന്നുള്ളത് ഒരു പൊതു പ്രസ്താവനയല്ല, സ്വാഭാവികമാണ്. വ്യഭിചാരം ചെയ്യരുത്, അതും അതുപോലെ തന്നെ. വ്യഭിചാരത്തിനും ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള വ്യഭിചാരങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും അയൽക്കാരൻ്റെ ഭാര്യയെ വ്യഭിചരിക്കരുത് എന്നതാണ് വലിയ പ്രശ്നമായിട്ട് ഇവിടെ പറയുന്നത്. 7 മോഷ്ടിക്കരുത്, അത് വളരെ ശരിയായൊരു കാര്യമാണ്. കള്ളസാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യം പറയുക എന്നുള്ളത് അന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളൊന്നുമില്ല. ഒരാൾ സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷി പറഞ്ഞു എന്നുള്ളതിന് കൃത്യമായി മാറ്റി പറയാൻ പറ്റാത്ത തെളിവുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. വാമൊഴിയായിട്ട് സാക്ഷി പറയുക എന്നുള്ളതാണ് അന്നത്തെ സമ്പ്രദായം. അങ്ങനെ സാക്ഷി പറഞ്ഞ ആൾക്ക് പിന്നെ മാറ്റി പറയാൻ കഴിയും. അതുപോലെ തന്നെ കള്ളസാക്ഷ്യം പറയാനും കഴിയും. അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് കണക്കാക്കിയിരുന്നു. അതാണ് ഒന്ന്. ഇനി അടുത്തത് 9ാമത്തെ, അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഞാൻ അധികം പറയുന്നില്ല, ഇതിനകത്ത് ഒരുപാട് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, അയൽക്കാരൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇവിടെ അയൽക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതും എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് അർത്ഥം കൊടുക്കാം. ഇതാണ് ഒരു ദൈവം നേരിട്ട് ഇറക്കിക്കൊടുത്ത 10 കൽപ്പനകൾ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യപാപ ലിസ്റ്റ്. ഇത് മോശയുടെ കാലത്ത് അതിൻ്റെ ലിഖിത രൂപം നമ്മുടെ കയ്യിലുള്ളതാണ്. ഇനി ഞാൻ നമ്മുടെ ഇസ്ലാം മതത്തിലെ 7 മഹാപാപങ്ങൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞു തന്നിട്ടുള്ള 7 മഹാപാപങ്ങൾ. അതിലും വലിയ പാപങ്ങളില്ല. ആ പാപങ്ങളുടെ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ഇത് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. വളരെ പ്രസിദ്ധമാണ്. സബ് അൽ മൂബിഖാത്ത് എന്ന് പറയുക. സബ് അൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ 7 മഹാപാപങ്ങൾ. ഏതൊക്കെയാണത്? 1, സിർക്ക് ബില്ലാഹി. നേരത്തെ പറഞ്ഞ സിർക്ക് തന്നെ. അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളെ ആരാധിക്കുകയോ അള്ളാഹുവിൽ ആരാധനയിൽ പങ്കു ചേർക്കുകയോ ചെയ്യുന്നതിനാണ് സിർക്ക് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിലെ ഏറ്റവും ഭീകരമായ തിന്മ. 2, സിഹർ. സിഹർ എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക. അതാണ് വിച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഏർപ്പാട്. കൂടോത്രം ചെയ്യുന്നതാണ് 2ാമത്തെ ഏറ്റവും വലിയ പാപം ഇസ്ലാമിൽ. അതിന് കാരണം, ഇതിനൊക്കെ കാരണമുണ്ട്. ഇതിനൊക്കെയുള്ള കാരണങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതവും ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. സിർക്ക് ഇത്രയും വലിയ പാപമാവാനുള്ള കാരണം മുഹമ്മദിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ഒരു നിയമം ആവശ്യമായിരുന്നു. അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. സിഹർ മുഹമ്മദിന് നേരിട്ട് ജൂതന്മാരിൽ നിന്ന് കൂടോത്രം ഏൽക്കുകയും കൂടോത്രത്തിൻ്റെ ഫലമായിട്ട് 6 മാസം മൂച്ചിപ്പിരാന്താവുകയും ചെയ്തു എന്ന് പറയുന്ന ഹദീസ് ഈ ബുഖാരിയിലൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിന് കൂടോത്രത്തിനോട് ഭയങ്കര വിരോധമായിരുന്നു. കൂടോത്രം ഫലിക്കുമെന്നാണ് മുഹമ്മദ് വിശ്വസിച്ചിരുന്നത്, മുഹമ്മദിൻ്റെ ദൈവം വിശ്വസിച്ചിരുന്നത്. അതനുസരിച്ച് കൂടോത്രം ചെയ്യുന്നത് പാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തേത്, ഖത്ലുൻ നഫ്സി അല്ലത്തി ഹറമല്ലാഹ ഇല്ലാ ബിൽ ഹക്ക്. അള്ളാഹു ഹറാമാക്കിയതും യഥാർത്ഥ സത്യത്തിന് വേണ്ടിയും അല്ലാതെയുള്ള കൊലപാതകം. അള്ളാഹു ഹറാമാക്കിയ കൊലപാതകം, അള്ളാഹു ഹലാലാക്കിയ കൊലപാതകം വേറെ ഒരുപാടുണ്ട്. അതിൻ്റെ ലിസ്റ്റും വിശദീകരണങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹറാം അല്ലാത്ത കൊലപാതകമാണ് കൂടുതലുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള കൊലപാതകമാണ് പിന്നെ തെറ്റായിട്ട് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഗോത്രത്തിൽപ്പെട്ട മുസ്ലിമായ ഒരാൾ സ്വന്തം സഹോദരനായി കാണേണ്ട മുസ്ലിമിനെ കൊന്നാൽ അതാണ് പാപം. അതിനപ്പുറത്തേക്കുള്ള കൊലപാതകങ്ങൾക്കൊക്കെ വേറെ
വകുപ്പുകളും നിയമങ്ങളും ഉണ്ട്. മിക്കവാറും കൊലപാതകങ്ങളൊക്കെ ഹലാലാവുന്ന കേസാണ്. അതവിടെ കിടക്കട്ടെ. അടുത്തത് അക്കുലു റിബ, പലിശ തിന്നുക. അതാണ് പിന്നെ ഏറ്റവും വലിയ പാപം. ഇന്നത്തെ കാലത്ത് പലിശ തിന്നുക എന്നുള്ളതൊരു പാപമാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കുക മാത്രമേ ഉള്ളൂ എല്ലാവരും. കാരണം ഇന്നത്തെ സമ്പദ്ഘടനയിൽ ലോകത്ത് മനുഷ്യന് വ്യവസ്ഥാപിതമായ പലിശ ഇടപാടില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ്റെ സാമ്പത്തിക ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് പലിശയുമായി ബന്ധപ്പെട്ടതാണ്. ആ പലിശ വലിയൊരു പാപമായിട്ടാണ് മുഹമ്മദ് നബി കൽപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദിൻ്റെ കാലത്ത് ബാങ്കും സിസ്റ്റം ഒന്നുമില്ല. പണവ്യവഹാരം തന്നെ വളരെ കുറവാണ്. ബാർട്ടർ സിസ്റ്റമാണ് കൂടുതലുള്ളത്. സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ്. അപ്പോൾ ഒരു നല്ല ഈത്തപ്പഴം കൊണ്ടുവന്ന് കൊടുത്ത് ബിലാൽ ഒരിക്കൽ മുഹമ്മദ് നബിക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 മോശം ഈത്തപ്പഴം കൊടുത്തിട്ട് വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഹമ്മദ് അത് ഹറാമാണ്, റിബ പലിശയാണ് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ പലിശയാണ് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത്. പക്ഷേ എല്ലാ പലിശ ഇടപാടുകളും ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ളത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇസ്ലാമിലെ പണ്ഡിതന്മാർ. അതാണ് ഒരു പാപം. ഇതൊക്കെ ഇന്ന് പാപമാണ് എന്ന് പറയുന്നതാണ് പാപം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അടുത്തത് അക്കുലു മാലിൽ യത്തീം, യത്തീമിൻ്റെ മാല് തിന്നുക, അനാഥരുടെ സ്വത്ത് കവരുക എന്നതാണ് അടുത്ത ഏറ്റവും വലിയൊരു പാപമായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് യുദ്ധത്തിൽ നിന്ന്, ഇസ്ലാമിന് ദീനിന് വേണ്ടി നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടും ദീനിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മരണം പേടിച്ചിട്ടുള്ള ഒരാൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. ഈ പാപം അള്ളയും മലക്കുകളും മുഹമ്മദും ഒക്കെ ചെയ്ത കോമഡി അവിടെ വേറെ കിടപ്പുണ്ട്. അങ്ങോട്ടും ഞാൻ കടക്കുന്നില്ല. അടുത്തത് ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്തി, മുസ്ലിമായ ചാരിത്രവതിയായ പെണ്ണുങ്ങളെക്കുറിച്ച് അപവാദം പറയലാണ് 7ാമത്തെ പാപം. മുസ്ലിമായൊരു പെണ്ണ്, അവൾ ചാരിത്രവതിയാണ്, പരിശുദ്ധയാണ്, അവൾക്കെതിരായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഇങ്ങനൊരു നിയമം പാപമായിട്ട് വരാനുള്ള കാരണം മുഹമ്മദ് നബിയുടെ ഇഷ്ടപത്നിയായ ആയിഷയ്ക്കെതിരായിട്ട് കുറച്ച് ആൾക്കാർ ലൈംഗിക ആരോപണം ഉന്നയിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ആ ആരോപണത്തിൽ 3 പേരാണ് സാക്ഷികളായി വന്നത്. അപ്പോൾ അള്ളാഹു ആയത്തിറക്കിയിട്ട് പറഞ്ഞു 4 സാക്ഷി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 4 സാക്ഷിയെ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹു വേറൊരു ആയത്തിറക്കിയിട്ട് പറഞ്ഞു 3 സാക്ഷികൾ ആണെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കും സാക്ഷി പറഞ്ഞവർക്കൊക്കെ 80 ചാട്ടവാറ അടി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആരോപണം ഉന്നയിച്ചവരെ അടിച്ചുകൊണ്ട് ശിക്ഷിക്കാൻ കൽപ്പിച്ചു. ഇതാണ് ഇസ്ലാമിൽ നിയമമായിട്ട് വന്നത്. ഒരു പെണ്ണിനെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ തെളിവ് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, സാക്ഷ്യം പറയാൻ കഴിയില്ലെങ്കിൽ ആരോപിച്ചവരെ പിടിച്ച് തല്ലണം എന്നാണ്. ഇതാണ് 7 പാപങ്ങളിൽ 7ാമത്തെ പാപമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനിതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നമുക്ക് അത്രയും സമയം ഇല്ല എന്നതുകൊണ്ട്. ഇനി ഞാൻ ഈ 3 രേഖകൾ വായിച്ചിട്ട് നമ്മൾ ഇന്ന് ശരി തെറ്റുകളെക്കുറിച്ച്, പാപപുണ്യങ്ങളെക്കുറിച്ച്, ആധുനിക കാലത്ത് മനുഷ്യർ വെച്ച് പുലർത്തുന്ന ആശയങ്ങളും മനുഷ്യർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും ഒക്കെ ഇതുമായി താരതമ്യം ചെയ്താൽ നമ്മുടെ ആധുനിക കാലത്തെ മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള മൂല്യങ്ങളാണോ, ഈ ദൈവങ്ങൾ കെട്ടിയിറക്കി കൊടുത്തു എന്ന് പറയുന്ന ഈ സാധനങ്ങളാണോ യുക്തിസഹമായിട്ടുള്ളത് എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും കമ്പയർ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഇതിലൂടെ വ്യക്തമാകുന്നത് മനുഷ്യൻ്റെ ശരിതെറ്റുകൾ എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് അതാത് കാലത്തെ പരിമിതികൾക്കുള്ളിൽ മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എന്നാണ്. അത് പഴക്കം ചെല്ലും തോറും ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വിചിത്രമായിട്ടുള്ള, അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ കാലം മുന്നോട്ട് വരുന്നതിനനുസരിച്ച് കുറേ കൂടി യുക്തിസഹമായിട്ടുള്ള, മാനവികമായിട്ടുള്ള, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വികസിച്ച് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ ഒരു ദൈവവും ഇറങ്ങി വന്നിട്ടില്ല എന്ന് തന്നെയാണ്. മനുഷ്യരുടെ ശരിതെറ്റുകളൊക്കെ മനുഷ്യരാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അവർ സാമൂഹ്യ ജീവിതം തുടങ്ങിയ കാലഘട്ടം അനുസരിച്ച് അന്നത്തെ സാമൂഹിക ഘടനയുടെയും അന്നത്തെ ജീവിത സാഹചര്യങ്ങളുടെയും അന്നത്തെ അറിവിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും വികസിപ്പിച്ചിട്ടുള്ളതും ആണ്
മനുഷ്യൻ്റെ മുമ്പിലുള്ള എല്ലാ ശരിതെറ്റിൻ്റെയും പാപപുണ്യങ്ങളുടെയും പട്ടിക എന്ന് ഉറപ്പാണ്. ഈ പട്ടികയിലെ പല ശരികളും ഇന്ന് തെറ്റുകളായി മാറിയിട്ടുണ്ട്, പല തെറ്റുകളും ഇന്ന് ശരികളായി മാറിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഏറ്റവും വലിയ ശരി പോലും ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തെറ്റായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു മതപ്രഭാഷകൻ്റെ പ്രഭാഷണ ശകലം ഒന്ന് കേൾപ്പിക്കാം. നിങ്ങളെല്ലാവരും കേട്ടതാണ്, എങ്കിലും ഒരിക്കൽ കൂടി. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം, ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. ഇത് വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായി 100-100 പേര് മണ്ണിൻ്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ ജാതി മത രാഷ്ട്രീയ മറ്റു എല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് മനുഷ്യത്വമുള്ള എല്ലാവരും ഓടിച്ചെന്ന് ആ മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുകയും മണ്ണിനടിയിൽ നിന്ന് ഈ ശവശരീരങ്ങൾ വീണ്ടെടുക്കുകയും രക്ഷപ്പെട്ടവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷി ആ വയനാട് ദുരന്തത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു മതജീവി പരസ്യമായി പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു പ്രസംഗ ശകലമാണ് നിങ്ങൾ ഈ കേട്ടത്. അവിടെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് മയ്യത്ത് മാന്തിയെടുക്കുകയോ അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുകയോ അവർക്ക് മരുന്ന് കൊടുക്കുകയോ അവരെ മാറ്റിപ്പാർപ്പിക്കുകയോ അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഇതൊന്നുമല്ല യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനം. അവിടെ പോയിട്ട് തൗഹീദ് പഠിപ്പിക്കലാണ് എന്നും ആ മരിച്ച ആളുകളിൽ എത്ര പേര് തൗഹീദിൽ വിശ്വസിച്ച് സ്വർഗത്തിൽ പോയി, എത്ര പേര് ആ ദുരന്തത്തിൽ മരിച്ചിട്ടും തൗഹീദ് മനസ്സിലാക്കാതെ സിർക്കിൽ ജീവിച്ച് നരകത്തിൽ പോയി എന്നതുമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ദുരന്തത്തിൽപ്പെട്ടവരായാലും ശരി, ചക്രശ്വാസം വലിച്ചുകൊണ്ട് മരിക്കാൻ കിടക്കുന്നവരായാലും ശരി, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരെ ആശ്വസിപ്പിക്കുകയോ അവർക്ക് മരുന്ന് കൊടുക്കുകയോ അവർക്ക് വെള്ളം കൊടുക്കുകയോ ഒന്നുമല്ല. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തൗഹീദ് വിളമ്പിക്കൊടുക്കലാണ് എന്നാണ് ഈ ജീവി പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരുപാട് മനുഷ്യർ ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് എങ്ങനെയാണ് ഈ മതം ഊറ്റിയെടുക്കുന്നത് എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് വേണ്ട. ഏത് സന്ദർഭത്തിലാണിത് പറഞ്ഞത് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. 100-100 മനുഷ്യർ മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ അവിടെ മനുഷ്യരെല്ലാവരും എല്ലാം മറന്ന് അവിടെ വിശ്വാസവും മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറഞ്ഞ് മനുഷ്യർ ഒറ്റക്കെട്ടായി സഹകരിച്ചുകൊണ്ട് ആ ദുരന്തം അനുഭവിച്ച മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതൊന്നുമല്ല ജീവകാരുണ്യ പ്രവർത്തനം, തൗഹീദ് പഠിപ്പിക്കലാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്നും പറഞ്ഞ് ഈ മതജീവി രംഗത്ത് വന്നത്. ആ മനുഷ്യനെന്നൊന്നും ഞാൻ വിളിക്കില്ല അയാൾ. ആ മനുഷ്യജീവിയുടെ മനസ്സിൽ ഇത്രയും വലിയ വിഷം കുത്തിവെച്ച് അയാളുടെ മനസ്സിൽ നിന്ന് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട സാമാന്യ മര്യാദയും മനുഷ്യത്വവും ഊറ്റിയെടുത്തത് ഈ അന്ധവിശ്വാസമാണ്. ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഏറ്റവും വലിയ പാപം ശിർക്കും ഏറ്റവും വലിയ പുണ്യം തൗഹീദുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പുണ്യപാപ ലിസ്റ്റിലെ ഏറ്റവും വലിയ പുണ്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പാപമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തെമ്മാടിത്തമാണ് ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറയുന്നത്. ഇസ്ലാമിന് ഏറ്റവും പുണ്യമുള്ള ഏറ്റവും വലിയ കാര്യമാണ് തൗഹീദ്. ഏറ്റവും വലിയ പാപം അതിൻ്റെ വിരുദ്ധമായിട്ടുള്ള ശിർക്കുമാണ്.
എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിവിധ ജാതി മതക്കാരും വിവിധ ഭാഷക്കാരും വിവിധ സംസ്കാരമുള്ളവരും വിവിധ വിശ്വാസമുള്ളവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ ഒരുമിച്ച് ഒരു രാഷ്ട്രത്തിലും ലോകത്തിലും പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാലത്ത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത്, നിങ്ങൾ പാപികളാണ്, നിങ്ങളൊക്കെ നരകത്തിലേക്കുള്ള വിറകാണ്, ഞങ്ങളെ ദൈവത്തിനെ ഞങ്ങളെ ദൈവം പറയുന്നത് പോലെ ആരാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചാവാൻ കിടക്കുന്നവൻ്റെ, ചക്രശ്വാസം വലിച്ചു കിടക്കുന്നവൻ്റെ മൂക്കിൽ പോലും പോയി തൗഹീദ് ഊതി കൊടുക്കുന്ന ഈ മതം, ഇതാണ് ഇന്ന് ഏറ്റവും വലിയ പാപമായി മാറിയിട്ടുള്ളത്. ഇതെവിടെ നിന്നാണ് ഇയാൾക്ക് കിട്ടിയത്? മുഹമ്മദിനെ പോറ്റി വളർത്തിയ, സംരക്ഷിച്ച് വളർത്തിയ, സ്വന്തം വാപ്പാനേക്കാൾ കൂടുതൽ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പോറ്റി വളർത്തിയ എളാപ്പയായിരുന്ന അബൂ താലിബ് എന്ന മനുഷ്യൻ മരിക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ച് കിടക്കുമ്പോൾ അവിടെ പോയിട്ട് ആ മനുഷ്യൻ്റെ മൂക്കിലും വായിലും തൗഹീദ് ഓതിക്കൊടുത്ത തെമ്മാടിത്തം കാണിച്ച മുഹമ്മദാണ് ഇദ്ദേഹത്തിന് മാതൃക, മാനവരിൽ മഹോന്നതൻ. ആ മാതൃക വെച്ചുകൊണ്ടാണ് 100-600 മനുഷ്യർ മരിച്ചു കിടക്കുന്നിടത്ത്, മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നിടത്ത് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയ മനുഷ്യരോട് ഇതൊന്നുമല്ല മനുഷ്യത്വം, ഇതൊന്നുമല്ല ശരി, തൗഹീദ് വിളമ്പലാണ് എന്ന ഈ ആഭാസം, ഈ വൃത്തികേട് ഈ മനുഷ്യൻ വായിലൂടെ ഛർദ്ദിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ജാതി മതങ്ങൾക്കൊക്കെ അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ധാർമ്മികതയാണ്. ആ ധാർമ്മികതയ്ക്ക് മുമ്പിൽ ഈ പ്രാകൃതമായ ഗോത്രമതങ്ങൾ ഉയർത്തിവിടുന്ന അസംബന്ധങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ പുരോഗതിക്ക് മാത്രമല്ല മാനവികതയുടെ പുരോഗതിക്കും തടസ്സമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ പറഞ്ഞു വന്നത്, മനുഷ്യന് നന്മയും തിന്മയും സൃഷ്ടിച്ചു കൊടുത്തത്, മനുഷ്യന് പുണ്യപാപങ്ങൾ ലിസ്റ്റ് ചെയ്തു കൊടുത്തത് ദൈവങ്ങളല്ല, അതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. അതൊക്കെ മനുഷ്യൻ ഏതേത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവോ ആ കാലഘട്ടത്തിലെ ഗോത്ര മനുഷ്യരെ നയിച്ചിരുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ച് അവർ മെനഞ്ഞുണ്ടാക്കിയ നിയമങ്ങളും സംഹിതകളുമാണ്. അതിനൊക്കെ ആ കാലഘട്ടത്തിൻ്റെ പരിമിതികളുണ്ട്, ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികളുണ്ട്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ്റെ പരിമിതമായ ധാർമ്മികതയുടെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ മനുഷ്യൻ നിർമ്മിച്ചതാണ് ശരിതെറ്റുകളുടെ എല്ലാ പട്ടികയുമെന്നും, എന്നാൽ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് ഗോത്ര മനുഷ്യരുണ്ടാക്കി വെച്ച ഈ ധാർമ്മിക പട്ടികകളൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നും അതൊക്കെ ഇന്ന് മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിക്ക് തന്നെ തടസ്സമായിരിക്കുന്നു എന്നുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് മതങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നതും ഈ ഒരു വിഷയത്തിൽ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് പറയാൻ പറ്റാത്ത ധാർമ്മികതയാണ് മതഗ്രന്ഥങ്ങളിൽ ഉള്ളത് എന്നതുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ പുട്ടിയടിച്ച് പെയിൻ്റ് അടിച്ച് അല്ലെങ്കിൽ മറച്ചു പിടിച്ചുകൊണ്ടും പ്രമാണങ്ങളെ തള്ളിക്കൊണ്ടും രക്ഷപ്പെടാമെന്ന് കരുതി അതിനുവേണ്ടി പെടാപ്പാട് പെടുന്ന, അതിനുവേണ്ടി വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. എന്തുകൊണ്ട് മതം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലെത്തി എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, മതം മനുഷ്യൻ നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് അത് കാലഹരണപ്പെട്ടു പോയത്. മനുഷ്യർക്ക് ശരിയും തെറ്റും ലിസ്റ്റ് ചെയ്തു തന്നതും പഠിപ്പിച്ചു തന്നതും ദൈവങ്ങളല്ല, ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന പ്രാകൃത ഗോത്ര മനുഷ്യർ അവരുടെ അന്ധവിശ്വാസങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയതാണ്. ഇതെല്ലാം കാലഹരണപ്പെട്ടതാണ്. ഇനി അങ്ങോട്ടുള്ള മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ, മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിയിൽ ഇത്തരം കാലഹരണപ്പെട്ട ജീർണിച്ചു പോയ മൂല്യങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഇത്തരം വാദങ്ങളുമായി നമ്മളെ നേരിടാൻ വരുന്ന മതപണ്ഡിതന്മാരോട് ചെറുപ്പക്കാരായ ആളുകൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.